സ്കൂളുകളിലെ ശുചിമുറികളുടെയും കക്കൂസുകളുടെയും ശോച്യാവസ്ഥയുടെ നേർക്കാഴ്ചകൾ. മൂത്രമൊഴിക്കാൻ പോലും ആകാതെ അടക്കിപ്പിടിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദം. നേരിന്റെ ഈ ദൃശ്യങ്ങളും ശബ്ദവും ഞങ്ങൾ പകർത്തി. അത് പൊതുസമൂഹത്തെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ്, ആരോഗ്യ കേരളം മാതൃക, ഇതൊക്കെ എവിടെയോ പിഴച്ചെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കി. ഒന്നും മിണ്ടാതിരിക്കാനും നടപടിയെടുക്കാതിരിക്കാനും നിവർത്തിയില്ലാതായി അധികൃതർക്ക്. വാർത്ത വന്ന ദിനം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രിയും പ്രതികരിച്ചു. അധ്യയന വർഷം വരുമ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ മതിയായ രീതിയിൽ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിനും ഫിറ്റ്നസ് കൊടുക്കില്ല. ഇതിനകത്ത് ഇത്ര ദിവസത്തിനകം അത് ക്ലിയർ ചെയ്യണം, റെക്ടിഫൈ ചെയ്യണമെന്ന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അല്ലാത്ത അവരുടെ പേരിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ശുചിമുറികൾ ഒരുക്കാനുള്ള വകയിൽ 21 കോടിയിലധികം രൂപ സംസ്ഥാനം ഉപയോഗിച്ചില്ലെന്ന കേന്ദ്ര റിപ്പോർട്ടും ജനമറിഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ. അതും കൂടിയായതോടെ നടപടികൾക്ക് കാലതാമസമുണ്ടായില്ല. സ്കൂളുകളിലെ മൂത്രപ്പുരകൾ, കക്കൂസുകൾ, കുടിവെള്ള സൗകര്യം ഇവയെക്കുറിച്ച് വിശദ റിപ്പോർട്ട് നൽകാൻ DPI തന്നെ നിർദ്ദേശിച്ചു. റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കുന്ന തിരക്കിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ. ആരോഗ്യവകുപ്പും സ്കൂളുകളിൽ പരിശോധന കർശനമാക്കി. സ്കൂളുകളിൽ വൃത്തിയുള്ള ശുചിമുറികളും കക്കൂസുകളും ഉറപ്പാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. ഇതിനിടെ ഇടവേള സമയം കുറഞ്ഞതിനാൽ വലയുന്ന വിദ്യാർത്ഥികളുടെ ദുരിതവും ഏഷ്യാനെറ്റ് ന്യൂസ് തുറന്നുകാട്ടി. അക്കാര്യത്തിലും തീരുമാനമായി. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഇടവേള സമയം കൂട്ടി. ഉച്ച ഇടവേള അടക്കം ഇടവേള സമയം ആകെ 15 മിനിറ്റാണ് കൂട്ടിയത്. 1:35 വരെ ഉണ്ടായിരുന്ന ഉച്ച ഇടവേള 1:40 ആയി. മറ്റ് 2 സമയങ്ങളിലെ 5 മിനിറ്റ് ഇടവേളകൾ 5 മിനിറ്റ് വീതം കൂട്ടി 10 മിനിറ്റാക്കി.